കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഓറഞ്ച് അലർട്ട്. രാത്രി 11:30 വരെ 1.5 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭീതിയിലാണുള്ളത്. ഇന്നലെ റെഡ് അലർട്ട് മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് ഉച്ച കഴിയുന്നതോടുകൂടി ആ ഒരു മുന്നറിയിപ്പ് പിൻവലിക്കുകയും ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. ഏത് സമയത്തും ഇത്തരത്തിൽ വലിയൊരു കടലാക്രമണ ഭീതി അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്, അല്ലേ? മുന്നറിയിപ്പുകൾ അതുപോലെയാണ്. മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്ന ഈ സൂചനകളെല്ലാം തന്നെ അത്തരം ചില മുൻകരുതലുകളെല്ലാം തന്നെ എടുക്കണമെന്ന രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തീരമേഖലകളിൽ അതീവ ജാഗ്രതയോടുകൂടി കടന്നു പോകണം എന്ന് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം തിരമാലകൾ ഉയരാനും അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക എന്നൊരു സന്ദേശം തന്നെയാണ് പൊതുവിൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ പ്രക്ഷോഭകരമായ ഒരവസ്ഥ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെയില്ല. പ്രത്യേകിച്ച് കൊച്ചിയുടെ തീരമേഖലകൾ അത്തരം സ്ഥലങ്ങളിലൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരം ഒരു അപകടകരമായ രീതിയിലേക്ക് ഒരു സാഹചര്യവും മാറിയിട്ടില്ല. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊച്ചിയിൽ അത്തരം സാധ്യതകളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീരമേഖലകളെല്ലാം തന്നെ പൊതുവിലും ഒരു ശാന്തമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. എങ്കിൽ കൂടിയും കരുതൽ തുടരാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം അത്തരം ഒരു സൂചനകളും നിർദ്ദേശങ്ങളും തന്നെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിൽ ഇടപെടാൻ തക്ക വിധം തയ്യാറെടുത്തിരിക്കാനായിട്ട് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അതോറിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ കടലാക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ തന്നെ അവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, അത്തരം കാര്യങ്ങൾക്കടക്കമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പാണ്. കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നവർ അത് വളരെ കരുതലോടെ തന്നെയായിരിക്കണം. പരമാവധി അത് ഒഴിവാക്കുക എന്ന രീതിയിൽ തന്നെയാണ് സൂചനകൾ വന്നിരിക്കുന്നത്. കാരണം ഇത് തിരമാലകൾ ഉയരാനുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു സാധ്യതകളിൽ നിന്നുകൊണ്ട് വേണം ഈ ഒരു ദിവസവും കടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റെഡ് നോട്ടീസ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഓറഞ്ച് അലർട്ടിലേക്ക് അടക്കം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി തീവ്രത കുറഞ്ഞിരിക്കുന്നു. ഇതിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു ജാഗ്രത തീരമേഖലയിൽ പൊതുവെ തന്നെ എല്ലായിടങ്ങളിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. തിരമാലകൾ ഉയരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ഇതുവരെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അത്തരം ഒരു അലർട്ടൊന്നും ഇതുവരെ ആ രീതിയിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ പര്യാപ്തമായ രീതിയിലേക്ക് സേനാ വിഭാഗങ്ങളെയും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെയും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഏകോപിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസവും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ചില അവലോകന യോഗങ്ങളടക്കം നടന്നിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ എത്രമാത്രം ഒരുക്കങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതടക്കം. പ്രത്യേകിച്ച് ഈ കാലവർഷങ്ങളിൽ സ്വീകരിക്കുന്ന വലിയ രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ട്. അതിൽ അങ്ങനെ വരുമ്പോൾ നേരിടുന്ന രീതികൾ, തിരമാലകൾ അടിച്ചു കയറുമ്പോൾ തീരദേശത്ത് നിന്ന് സാധാരണ രീതിയിൽ ഒഴിപ്പിക്കേണ്ടി വരുന്ന ഇടങ്ങൾ, അങ്ങനെയെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു പ്രാഥമികമായ ഒരു അവലോകനത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കളക്ടർ യോഗം കടന്നിരുന്നു. പക്ഷേ അത്തരം ഒരു സാധ്യതകൾ അങ്ങനെ ഒരു തീവ്രതയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല എങ്കിൽ തന്നെയും ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സജ്ജമാണ്. ആ രീതിയിലുള്ളൊരു അവലോകനങ്ങൾ എല്ലായിടത്തും തന്നെ നടക്കുന്നു. സ്ഥിരമായ ഒരു നിരീക്ഷണ സംവിധാനത്തിലേക്കടക്കം തീരമേഖലകൾ മാറിയിട്ടുമുണ്ട്. തീർച്ചയായും ഡാനി തുടരുക. ഞാൻ തിരുവനന്തപുരത്തേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഡാനി സൂചിപ്പിച്ചു, മധ്യകേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ രൂക്ഷമായ തിരമാലകളോ അത്തരത്തിൽ കടലാക്രമണ ഭീതിയോ ഭീതി നിലനിൽക്കുന്നില്ല എന്നുള്ളതല്ല. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കാര്യമായ തരത്തിലുള്ള കടലാക്രമണ സാഹചര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളത്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം 5 തെങ്ങിന് സമീപം രൂക്ഷമായ കടലാക്രമണം ഉണ്ടായി. 3 വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ കടലാക്രമണം അതിന്റെ ഒരു സാധ്യത തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ ഈ 5 തെങ്ങിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? അത് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി 5 തെങ്ങിലെ 3 വീടുകളിൽ ശക്തമായ തിര അടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി. ഈ വീടുകളിൽ ഉണ്ടായിരുന്നവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിസരത്തും ഈ നിലയിൽ തന്നെ ശക്തമായ
കടൽ കയറ്റമുണ്ടായി. നേരത്തെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് ഓറഞ്ച് അലർട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം അതേപടി തുടരുകയാണ്. ഇന്ന് രാത്രി 11:30 മണി വരെ ഈ നിർദ്ദേശം നിലനിൽക്കും. കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് റവന്യൂ വകുപ്പും പോലീസും ഉച്ചഭാഷണിയിലൂടെ തീരദേശത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ വള്ളങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിവെക്കുക, അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ മാറ്റിവെക്കുക, പരസ്പരം കൂട്ടിയിടിച്ച് വള്ളങ്ങൾ കേട പറ്റാതിരിക്കാനുള്ള അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ കടൽക്കയറ്റ ഭീഷണി ഉള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ ആവശ്യമെങ്കിൽ മാറുക, മാറ്റിപ്പാർപ്പിക്കൽ നടപടികൾ ഉണ്ടായാൽ അതിനോട് സഹകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ്. ബീച്ചുകളിൽ ഇന്നലെയും ഇന്നുമായി നിയന്ത്രണമുണ്ട്. കഴിഞ്ഞ ദിവസം ബീച്ചുകളിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആളുകൾ വരുന്നതിനും ഒരുപാട് കടലിലേക്ക് ഇറങ്ങുന്നതിനുമുള്ള ഒരു സാഹചര്യം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇന്നും ഈ ജാഗ്രതാ നിർദ്ദേശം തുടരും. കഴിഞ്ഞ തവണ ഇങ്ങനെ കടൽ കയറ്റം ഉണ്ടായപ്പോൾ പൊഴിയൂർ, പൂവാർ തുടങ്ങിയ മേഖലകളിലാണ് ജില്ലയിൽ വീടുകളിലേക്ക് വെള്ളം കയറിയത്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി വടക്കോട്ട് മാറി 5 തെങ്ങ് പ്രദേശത്തിലാണ് ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. ആര്യ, ശരി. തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തിലെയും പൊതുവായ സാഹചര്യമാണ് വി വിനോദ് നൽകിയത്. എറണാകുളത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഈ വിദേശികളടക്കം ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന തീരദേശ മേഖല കൂടിയാണ് ഈ എറണാകുളം ജില്ലയിലുള്ളത്. പല ബീച്ചുകളിലും അത്തരത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട് എല്ലാ ദിവസവും. എങ്ങനെയാണ് അവിടുത്തെ ഒരു വിനോദസഞ്ചാര മേഖലയിലൊക്കെ ഇപ്പോൾ ഈ വിലക്ക് ബാധകമാണോ? ഈ ഒരു ദിവസം കൂടി മാത്രമാണോ ഈ മുന്നറിയിപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുള്ളത്? ആ രീതിയിൽ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ തീരമേഖലകൾ കൂടുതലുള്ള ഒരിടമാണ്. സൂചിപ്പിച്ചതുപോലെ വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ചിന് പുറമെ വൈപ്പിൻ ബീച്ചുകളിലേക്ക് പോകുമ്പോൾ ചെറായി ബീച്ച്, അങ്ങനെ നിരവധിയായ ബീച്ചുകളുണ്ട്. തദ്ദേശീയരും അതോടൊപ്പം തന്നെ വിദേശീയരുമായ നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടം തന്നെയാണ്. ഇവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ബീച്ചിൽ അധിക സ്ഥലത്തേക്ക്, വെള്ളത്തിലേക്ക് കൂടുതൽ കടലിലേക്ക് ഇറങ്ങരുത് എന്നതടക്കമുള്ളൊരു മുന്നറിയിപ്പുകളെല്ലാം തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇതിൽ വലിയ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ജാഗ്രത പൊതുവിൽ തന്നെയും പാലിക്കുന്നുണ്ട്. കാരണം തീരത്തേക്ക് വരുന്നവർ കൂടുതലും ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം അവിടെ ലൈഫ് ഗാർഡുകൾ അടക്കം നൽകുന്നുണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ബീച്ച് സംവിധാനങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ കടൽ കയറ്റത്തിൽ, നേരത്തെയുള്ള കടൽ കയറ്റത്തിന് ബീച്ച് സംവിധാനങ്ങളെല്ലാം തന്നെ നഷ്ടമാകുന്നു. അപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകൾ ആശ്രയിക്കുന്നൊരിടം എന്ന് പറയുന്നത് വൈപ്പിൻ തീരമേഖലകളാണ്, അവിടെയുള്ള കടലോരങ്ങളാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ലൈഫ് ഗാർഡിൻ്റെ ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെ ലൈഫ് ഗാർഡിൻ്റെ അവിടെ ഉണ്ട്. അവിടെയുള്ളവർ മുന്നറിയിപ്പ് സംവിധാനങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് പോലീസിൻ്റെ ഒരു പെട്രോളിംഗ്, അവിടെ ഒരു നിരീക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നെ ഈ മുന്നറിയിപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചെല്ലാനം മേഖലകളിലേക്ക് വരികയാണെങ്കിൽ, കാരണം ഈ കടലിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്, കടൽക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ചെല്ലാനം മേഖലയാണ്. അവിടെ വലിയ രീതിയിൽ തന്നെ കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ് തീരദേശവാസികൾക്ക്. അതുകൊണ്ട് ആ വലിയ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇത്തരം പ്രതിഭാസങ്ങളെ മാത്രമല്ല, വലിയ രീതിയിലുള്ള കടൽക്ഷോഭങ്ങളെ അടക്കം നേരിടാൻ അത് പര്യാപ്തമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ വിഭാഗം, ആ ഒരു വലിയ മേഖല സംരക്ഷിക്കപ്പെടുന്നു എന്നതെല്ലാം തന്നെ ഈ ഒരു സമയത്തും ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ കൂടിയും അവിടെ ഈ കടൽ ഭിത്തി നിർമ്മിക്കാത്ത ഇടങ്ങളുണ്ട്. അവിടെയും വലിയ രീതിയിലേക്ക് കടൽക്കയറ്റമൊന്നും ഇതുവരെയും അനുഭവപ്പെട്ടിട്ടില്ല. പൊതുവിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എല്ലായിടത്തും തന്നെ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത പുലർത്തുന്നുണ്ട്. ഫിഷറീസ് വകുപ്പും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ കാര്യം, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയെയും തൽക്കാലം ഈ മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് കൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ അത്തരം ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ജാഗ്രതയിൽ പോകുന്നു. പക്ഷേ വലിയ രീതിയിലേക്ക് പരിഭ്രാന്തിപ്പെടേണ്ട ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ തീരമേഖലകൾ, മധ്യ കേരളത്തിലെ ഒരു തീരമേഖലകൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും നിർദ്ദേശങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അനുവർത്തിക്കുന്നുമുണ്ട്. തീർച്ചയായും. ഡാനി ഇപ്പോഴാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഭീകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ പോലും ജാഗ്രത അത് പുലർത്തേണ്ടതുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് കേരള തീരത്ത് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റു വാർത്തകൾ